ഹായ് ഓൾ, നമുക്കിന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പഠിച്ചാലോ? കോഡിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സസ്യത്തിൻ്റെ വളർച്ചയ്ക്ക് കുറേ മൂലകങ്ങൾ അല്ലെങ്കിൽ കുറേ ന്യൂട്രിയൻസ് ആവശ്യമായിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാ മൂലകങ്ങളും ഒരേ അളവിലാണോ ഒരു സസ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത്? ഒരിക്കലുമല്ല. കുറച്ച് മൂലകങ്ങൾ കൂടിയ അളവിൽ നമ്മുടെ സസ്യത്തിന് എപ്പോഴും ആവശ്യമായിട്ടുണ്ട്. എന്നാൽ കുറച്ച് മൂലകങ്ങളാണെങ്കിൽ വളരെ കുറച്ച് മതി, അത് അത്യാവശ്യം വേണ്ടതാണ്, പക്ഷെ ചെറിയ അളവിൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ സസ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള മൂലകങ്ങളെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. മൈക്രോ ന്യൂട്രിയൻസ് എന്നും മാക്രോ ന്യൂട്രിയൻസ് എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിൽ മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച്. മൈക്രോ എന്ന് പറഞ്ഞാൽ ചെറുത് അല്ലേ, കുറച്ചാണ്. അപ്പം ഒരു സസ്യത്തിൻ്റെ വളർച്ചയ്ക്ക് കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമുള്ള മൂലകങ്ങളെയാണ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഇനി ഒരു സസ്യത്തിൻ്റെ വളർച്ചയ്ക്ക് കൂടിയ അളവിൽ ഒരുപാട് വേണ്ടുന്ന മൂലകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാക്രോ ന്യൂട്രിയൻസ്. മാക്രോയും മൈക്രോയും. മാക്രോ എന്ന് പറഞ്ഞാൽ കൂടിയ അളവിൽ, മൈക്രോ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ അളവിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മാക്രോ ന്യൂട്രിയൻസ് നോക്കാം. ഏതൊക്കെയാണ് മാക്രോ ന്യൂട്രിയൻസ് എന്ന് നോക്കാം. ഒരു 6 മൂലകങ്ങളാണ് സസ്യത്തിൻ്റെ ശരിയായിട്ടുള്ള വളർച്ചയ്ക്ക് കൂടിയ അളവിൽ ആവശ്യമുള്ളത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്, താഴെ തന്നിരിക്കുന്നതിൽ മാക്രോ ന്യൂട്രിയൻ്റ് ഏതാണ്, മൈക്രോ ന്യൂട്രിയൻ്റ് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. പുതിയ SCERT ടെക്സ്റ്റിൽ ഉള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ മാക്രോ ന്യൂട്രിയൻസ് പഠിക്കാനായിട്ട് നമുക്കൊരു കോഡ് ആദ്യം പഠിക്കാം. കോഡ് ഇതാണ്: MG ശ്രീകുമാറും SP ബാലസുബ്രഹ്മണ്യവും ക്യാൻ ഫെസ്റ്റിൽ ഒത്തുകൂടി. പഠിക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണല്ലോ. MG ശ്രീകുമാറും SP ബാലസുബ്രഹ്മണ്യവും ക്യാൻ ഫെസ്റ്റിവൽ അറിയാമല്ലോ, ക്യാൻ ഫെസ്റ്റിൽ ഒത്തുകൂടി എന്ന് ആലോചിക്കാം. ഓക്കെ, അതിൽ MG ശ്രീകുമാർ, MG എന്ന് പറഞ്ഞാൽ ഏതിൻ്റെ പ്രതീകമാണ്? MG, മെഗ്നീഷ്യം അല്ലേ, മെഗ്നീഷ്യം. SP ബാലസുബ്രഹ്മണ്യം, അതിൽ എസും പിയും ഇല്ലേ? S എന്ന് പറഞ്ഞാൽ സൾഫർ, P എന്ന് പറഞ്ഞാൽ എന്താണ്? P എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് ആണ്. അപ്പോൾ MG ശ്രീകുമാറും SP ബാലസുബ്രഹ്മണ്യവും. ക്യാൻ ഫെസ്റ്റ്, ക്യാനിൽ നമുക്ക് CAN ആണ് ക്യാൻ എന്ന് വിചാരിക്കൂ തൽക്കാലം. അപ്പോൾ CA എന്ന് പറഞ്ഞാൽ എന്താ? കാൽഷ്യം. CA എന്ന് പറഞ്ഞാൽ കാൽഷ്യം ആണ്. N എന്ന് പറഞ്ഞാൽ എന്താണ്? N എന്ന് പറഞ്ഞാൽ നൈട്രജൻ ആണ്. അപ്പോൾ ക്യാൻ ഫെസ്റ്റിൽ ഒത്തുകൂടി, കൂടിയിലുള്ള K മാത്രം നമ്മൾ എടുത്താൽ മതി. K എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സിമ്പലാണ്? K, പൊട്ടാസ്യത്തിൻ്റെ സിമ്പലാണ് K. അപ്പോൾ MG ശ്രീകുമാറും MG മെഗ്നീഷ്യം, SP ബാലസുബ്രഹ്മണ്യം S എന്ന് പറഞ്ഞാൽ സൾഫർ, P എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ്, പിന്നെന്താണ്? SP ബാലസുബ്രഹ്മണ്യവും ക്യാൻ ഫെസ്റ്റ്, ക്യാനിൽ CA കാൽഷ്യമാണ്, N നൈട്രജൻ ആണ്, ഒത്തുകൂടിയിലുള്ള K എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ 6 മൂലകങ്ങളാണ് ഒരു സസ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ കൂടിയ അളവിൽ ആവശ്യമായിട്ടുള്ളത്. ഈ 6 മൂലകങ്ങളെയാണ് നമ്മൾ മാക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൈക്രോ ന്യൂട്രിയൻസ് പഠിച്ചാലോ? മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സസ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ചെറിയ അളവിൽ മാത്രം ആവശ്യമുള്ള മൂലകങ്ങളെയാണ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. കുറച്ച് ചെറിയ അളവിൽ ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ. അത് നമ്മളിപ്പോൾ പഠിച്ച പോലെ 6 അല്ല, അത് 9 എണ്ണം ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പല ആൾക്കാർക്ക് മാറിപ്പോകും. കുറേ മൂലകങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഓർത്ത് വെക്കാൻ പാടാണ്. അപ്പോൾ അതിന് നമുക്കൊരു കഥ പഠിക്കാം. ഒരു കഥ പോലെ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് വെക്കണം. കുറച്ച് സമയം എടുത്ത് ആ കഥയൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ മൂലകങ്ങൾ മാറാതെ കിട്ടും. അപ്പോൾ കഥ ഇതാണ്: 2 ആൾക്കാർ, ആളിൻ്റെ പേര് ബേരി എന്നാണ്, ബേരിയും മോളും 2 പേരുണ്ട്. അപ്പം ബേരിയും മോളും ഇരുവരും, പഠിക്കണേ, ബേരിയും മോളും ഇരുവരും, ഈ 2 പേരും എന്ത് ചെയ്യുന്നറിയോ? അവർക്ക് ബോറടിച്ചപ്പോൾ അവരൊരു കോട്ടൊക്കെ എടുത്തിട്ടിട്ട് അവർ സിംഗപ്പൂർ പോയി. അപ്പം ആദ്യം ഞാൻ കഥ പറഞ്ഞുതരാം, എന്നിട്ട് അതിൻ്റെ ഓർഡർ പറഞ്ഞുതരാം. ബേരിയും മോളും 2 പേരും കൂടെ, അപ്പം നമുക്ക് ഇരുവരും എന്ന് ആലോചിക്കാം. ബേരിയും മോളും ഇരുവരും ബോറടിച്ചപ്പോൾ കോട്ടിട്ട് എങ്ങോട്ട് പോയി? സിംഗപ്പൂര് പോയി. സിംഗപ്പൂര് പോയിട്ട് അവർ ചോദിച്ചത് മാംഗോയാണ്. സിംഗപ്പൂര് പോയിട്ട് അവർ ചോദിച്ചത് എന്താണ്? മാംഗോ ആണ് ചോദിച്ചത്. അവിടെ പോയിട്ട് ചോദിച്ചു. മാംഗോ ചോദിച്ചപ്പോൾ അവരെടുത്ത് ക്ലോസ് ആയിട്ട് നിൽക്കാൻ പറഞ്ഞു. കഥ പഠിച്ചോ എല്ലാവരും? ബേരിയും മോളും ഇരുവരും ബോറടിച്ചപ്പോൾ സിംഗപ്പൂർ പോയി മാംഗോ ചോദിച്ചപ്പോൾ അവരോട് ക്ലോസ് ആയിട്ട് നിൽക്കാൻ പറഞ്ഞു. കഥ പഠിച്ചല്ലോ. ഇനി നമുക്ക് അതിൽ നിന്ന് മൈക്രോ ന്യൂട്രിയൻസ് പഠിക്കാം. ബേരിയും മോളും, ബേരി എന്ന് പറഞ്ഞാൽ ബേരിയത്തെ ആലോചിക്കണം, ബേരിയം. മോളെന്ന് പറഞ്ഞാൽ നിങ്ങൾ മോളിബ്ഡിനത്തിന് ആലോചിക്കണം, മോളിബ്ഡിനം. ബേരിയം, മോളിബ്ഡിനം. ബേരിയും മോളും ഇരുവരും എന്ന് പറഞ്ഞു അല്ലേ ഞാൻ? ഇരുവരും, ഇരുവരും. ബോറടിച്ചപ്പോഴല്ലേ പോയേ? ബോറടിച്ചപ്പോൾ എന്നുള്ളതിന് പകരം നിങ്ങൾ ബോറോൺ എന്ന് ആലോചിക്കണം. അപ്പോൾ ബേരിയും മോളും, ബേരിയം മോളിബ്ഡിനം, ഇരുവരും ഇരുമ്പ്, ബോറടിച്ചപ്പോൾ ബോറോൺ.
എങ്ങനെയാണ് പോയേ? കോട്ടിട്ടിട്ടാണ് പോയത്. അപ്പൊ കോട്ടിട്ട് എന്നുള്ളതിൽ നിന്ന് കോപ്പർ എടുക്കണം. കോട്ട് എന്നുള്ളതിൽ നിന്ന് എന്തെടുക്കണം? കോപ്പർ ചെമ്പെടുക്കണം. കോട്ടിട്ട് എങ്ങോട്ടാണ് പോയത്? സിംഗപ്പൂരാണ് പോയത്. സിംഗപ്പൂരിൽ നിന്ന് എന്തെടുക്കാം? സിങ്ക് എന്ന് എടുക്കാമല്ലോ. സിംഗപ്പൂരിൽ നിന്ന് സിങ്ക് എടുക്കാം. സിംഗപ്പൂര് പോയിട്ട് എന്താണ് ചോദിച്ചത്? മാംഗോ ചോദിച്ചു. മാംഗോ എന്നുള്ളതിൽ നിന്ന് നമുക്ക് മാംഗനീസ് എന്നെടുക്കാം. മാംഗനീസ്. ഓക്കെ, മാംഗോ ചോദിച്ചപ്പോഴത്തേക്കും അവരുടെ അടുത്ത് എന്താ പറഞ്ഞേ? അവരുടെ അടുത്ത് പറഞ്ഞത് ക്ലോസ് ആയിട്ട് നിൽക്കാനാണ്. ക്ലോസ് എന്നുള്ളതിൽ നിന്ന് നമുക്ക് ക്ലോറിൻ എടുക്കാം. ക്ലോസ് ക്ലോറിൻ. നിൽക്കാൻ പറഞ്ഞു അല്ലെ, ക്ലോസ് ആയിട്ട് നിൽക്കാൻ പറഞ്ഞു. നിൽക്കാൻ എന്നുള്ളതിൽ നിന്ന് നമുക്ക് നിക്കൽ എടുക്കാം. നിക്കൽ. അപ്പൊ 9 ആയല്ലോ. ഒന്നും കൂടി പറഞ്ഞുതരാം. ബേരിയും മോളും ഇരുവരും ബോറടിച്ചപ്പോൾ കോട്ടിട്ട് സിംഗപ്പൂര് പോയി മാംഗോ ചോദിച്ചപ്പോൾ അവരോട് ക്ലോസ് ആയി നിൽക്കാൻ പറഞ്ഞു. അപ്പൊ ബേരിയും മോളും, ബേരിയം, മോള് മോളിബ്ഡിനം, ഇരുവരും ഇരുമ്പ്, ബോറടിച്ചപ്പോൾ ബോറോൺ. എങ്ങോട്ടാണ് പോയത്? സിംഗപ്പൂരാണ് പോയത്. കോട്ടിട്ടാണ് പോയത്. അപ്പൊ കോട്ടിട്ട് എന്ന് പറയുമ്പം കോപ്പർ, സിംഗപ്പൂര് സിങ്ക്, മാംഗോ ചോദിച്ചപ്പോഴത്തേക്കും എന്താണ്? മാംഗനീസ്. മാംഗോ എന്ന് പറഞ്ഞാൽ മാംഗനീസ് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? അവരുടെ അടുത്ത് ക്ലോസ് ആയിട്ട് നിൽക്കാൻ പറഞ്ഞു. ക്ലോസ് ക്ലോറിൻ, നിൽക്കാൻ നിക്കൽ. അപ്പോൾ 9 പഠിച്ചില്ലേ? അപ്പോൾ മൈക്രോ ന്യൂട്രിയൻസും മാക്രോ ന്യൂട്രിയൻസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കോഡുകളിലൂടെ, ഈ 2 കോഡിലൂടെ എല്ലാവരും പഠിച്ചു വെക്കാം. തുടർന്നും ഇതുപോലത്തെ കുറേ വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കാം.